സംസ്ഥാനത്തെ ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ DGP വിളിച്ച യോഗം ഇന്നാണ്. യോഗത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തെ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അവതരിപ്പിക്കും. യോഗത്തിന് ശേഷം അതിനെ തുടർന്നുള്ള വിശദമായ ചർച്ചയും ഉണ്ടാകും. വിനയ രാജുണ്ട് നമ്മളോടൊപ്പം. വിനയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വർഷം ഈ സംസ്ഥാനത്തുണ്ടായ ക്രമസമാധാന തകർച്ച വലിയ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങിയതാണ്. ആ ക്രമസമാധാന ചർച്ചകളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പോലും അത്രയധികം പ്രകടമായിട്ടുള്ള ഒരു ക്രമസമാധാന തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് എപ്പോഴത്തേക്കാണ് യോഗം? ഗുഡ് മോർണിംഗ് കാളിദാസ്. എന്തായാലും ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരു വർഷമായി ക്രമസമാധാന നില അല്ലെങ്കിൽ ഈ ക്രമസമാധാന നില ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് DGP ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ ജില്ലാ പോലീസ് മേധാവിമാർ മുതൽ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ, ഈ കേസുകളുടെ സ്വഭാവങ്ങൾ, എത്ര കേസുകൾ തെളിയിക്കാൻ സാധിച്ചു, എത്ര കേസുകൾ തെളിയിക്കാൻ സാധിച്ചില്ല, കൂടാതെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വന്ന പരാതികൾ തുടങ്ങിയവയെല്ലാം തന്നെ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ തന്നെ റിപ്പോർട്ട്, കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് DGP കൂടാതെ ഇന്റലിജൻസ് മേധാവി തുടങ്ങിയവർ ഒരു റിപ്പോർട്ട് ഈ യോഗത്തിൽ അവതരിപ്പിക്കും. പിന്നീട് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കും. അതിനുശേഷമൊക്കെ ചർച്ച നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ഒരു വർഷമായി തന്നെ ഈ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ പോലീസുകാർക്കെതിരെ പരാതിയുമായി നിരവധി പേർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷമടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിയമസഭയിലടക്കം തന്നെ ചർച്ചയായ ഒരു വിഷയമാണ് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ സംബന്ധിച്ചിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഒരു യോഗം തന്നെയായിരിക്കും. കൂടാതെ തന്നെ ഈ സംസ്ഥാനത്തെ വാഹനാപകടങ്ങൾ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഈ കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പ്രധാനമായും ഈ പോലീസുകാരുടെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ സഭയിലടക്കം തന്നെ ഈ പ്രതിപക്ഷമടക്കം തന്നെ പോലീസുകാർക്കെതിരെ രൂക്ഷമായി വരുന്ന അല്ലെങ്കിൽ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നിരവധി അല്ലെങ്കിൽ പോലീസുകാർക്കെതിരെ തന്നെ നിരവധി പേർ പരാതിയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ നമ്മൾ കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ സംസ്ഥാനത്താണെങ്കിലും ഈ കൊലപാതകങ്ങളുടെ എണ്ണത്തിൽ വലിയ തോതിലുള്ള ഒരു വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വർധനവിനെ കുറിച്ചും അതെങ്ങനെ നിയന്ത്രിക്കാം അല്ലെങ്കിൽ അത് എങ്ങനെ തടയാം, ഏതൊക്കെ കേസുകൾ തെളിയിക്കാതിരിക്കുന്നുണ്ട്, ആ കേസുകൾ എങ്ങനെ തെളിയിക്കാം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ചയടക്കം നടക്കും. കൂടാതെ തന്നെ നിരവധി കേസുകൾ തെളിയിച്ചിട്ടുണ്ടെങ്കിലും നിരവധി കേസുകൾ തെളിയിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഈ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടക്കം ഉദ്യോഗസ്ഥരിൽ നിന്നും അറിയുകയും അതിനെതിരെ അല്ലെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകളെല്ലാം തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ക്രമസമാധാന നില ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഒരു DGP ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. ഏകദേശം 11 മണിയോടെ തന്നെ ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം തന്നെ ഈ യോഗത്തിൽ പ്രധാനമായും പങ്കെടുക്കും. കൂടാതെ മറ്റുള്ള അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ആശങ്കകൾ കൂടി കേൾക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അവർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ എന്തൊക്കെയാണ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ അടക്കം തന്നെ ഈ യോഗത്തിൽ ചർച്ചയാകും. തുടർന്ന് മറ്റു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. കാളിദാസ്, പിന്നെ എന്തായാലും ഈ കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ട ചർച്ച തീർച്ചയായും ഉണ്ടാകും. ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും പ്രധാന ഉത്തരവാദിത്വം. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പല കേസുകളിലും ഈ പോലീസിന്റെ അന്വേഷണം യോഗ്യമല്ല അല്ലെങ്കിൽ പോലീസിന്റെ അന്വേഷണം വേണ്ട രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണത്തിന് പിന്നാലെയാണ് പൊതുവെ മിക്ക കേസുകളും CBIയിലേക്കും അതേപോലെ തന്നെ മറ്റ് വകുപ്പുകളിലേക്കുമൊക്കെ പോകാറുള്ളത്. ഇതൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാത്തതിനെ തുടർന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിമർശനം കൂടി ഇന്നത്തെ യോഗത്തിലടക്കം ഉയരാൻ സാധ്യതയില്ലേ? അതിനൊക്കെ ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരു നിലപാടും കൂടി DGP അടക്കമുള്ള മേലധികൃതർക്ക് ഉണ്ടാകും. അതിനെക്കുറിച്ചുള്ള ചർച്ചകളും കൂടി ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം, അല്ലേ? നമുക്ക്
തീർച്ചയായും എന്തായാലും കഴിഞ്ഞ ഒരു വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ കൂടി നിരവധി കേസുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിയിക്കാൻ സാധിക്കാത്ത കേസുകളുണ്ട്. അതാണ് പിന്നീട് ഈ CBIക്കും മറ്റും വിടുന്നത്. പല കേസുകളിലുമായി പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നൊരു ആക്ഷേപം ഉയരുന്ന നിരവധി കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള അനാസ്ഥകൾ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ തന്നെ ഈ പ്രധാനമായും പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ പല കേസുകളിലുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഈ തെളിയിക്കാൻ സാധിക്കാത്ത അല്ലെങ്കിൽ തെളിയിക്കാൻ സാധിക്കാത്ത വിഷയങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകും. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലൊരു വീഴ്ച വന്നതും ഈ ആളുകളടക്കം തന്നെ പരാതി പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നാട്ടുകാരടക്കം തന്നെ പല കേസുകളിലുമായി പോലീസിനെതിരെ വിമർശനമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. രൂക്ഷമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യം അടക്കം യോഗത്തിൽ ചർച്ചയാകും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ ഉണ്ടാകുന്നതും വീഴ്ച ഉണ്ടാകുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളെല്ലാം തന്നെ ഈ യോഗത്തിൽ എന്തായാലും ചർച്ചയാകുമെന്ന് വേണം മനസ്സിലാക്കാനും. കൂടാതെ തന്നെ പല കേസുകളിലുമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വരുന്ന വീഴ്ചകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കേസ് തെളിയിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ആ കേസിന്റെ സ്വഭാവം എന്താണ് തുടങ്ങിയ കാര്യങ്ങളടക്കം ചർച്ചയാകും. കൂടാതെ തന്നെ സംസ്ഥാനത്ത് ഇതിനു പുറമെ തന്നെ സംസ്ഥാനത്ത് ലഹരി കേസുകളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളും പരിശോധിക്കും. സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ ഒരു വർഷമായി ഏതെല്ലാം അല്ലെങ്കിൽ എത്രത്തോളം ലഹരികൾ പിടിച്ചെടുത്തിട്ടുണ്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളടക്കം ഈ യോഗത്തിൽ ചർച്ചയാകും. കൂടാതെ തന്നെ ഈ കൊലപാതകങ്ങളുടെ എണ്ണമാണെങ്കിലും ഈ ലഹരി കേസുകളുടെ എണ്ണമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് സംസ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത്. ഈ വാഹനാപകടങ്ങളിൽ കുറവുണ്ടെങ്കിൽ കൂടി മറ്റു കേസുകളിലുള്ള വൻ വർധനവ് അതിനെതിരെ അല്ലെങ്കിൽ പോലീസ് സ്വീകരിച്ച നടപടികൾ അതിനെ എങ്ങനെ സമീപിച്ചു, പോലീസ് എങ്ങനെ സമീപിച്ചു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളടക്കം ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകും. എന്നാലും 11 മണിയോടുകൂടി തന്നെ ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാളിദാസ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ക്രമസമാധാന നില ചർച്ച ചെയ്ത് അതിന് കൃത്യമായൊരു പരിഹാരം കാണുക എന്നുള്ള ഉത്തരവാദിത്തമുണ്ട്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കൊല്ലങ്ങളിൽ ഏറ്റവും അധികം വർദ്ധിച്ചു കേട്ട അല്ലെങ്കിൽ ഏറ്റവും അധികം കേട്ടിരുന്ന മറ്റൊരു സംഭവം പോലീസുകാർക്കിടയിൽ ആത്മഹത്യ പെരുകുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ അത്തരത്തിലുള്ള വാർത്തകളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പോലീസിന് ഉള്ള ഒരു പ്രഷർ അല്ലെങ്കിൽ പോലീസിന് ലഭിക്കുന്ന സമ്മർദ്ദം, ഒരു കേസ് വന്നതിന് പിന്നാലെ പോലീസ് എന്തുമാത്രം സമ്മർദ്ദം അനുഭവിക്കുന്നു, അതിനുശേഷം അവരെങ്ങനെ അതിനെ അതിജീവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. കഴിഞ്ഞ കൊല്ലവും അത്തരത്തിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ നിരവധി ആത്മഹത്യകൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെ എണ്ണം കുറയുമ്പോൾ അതിനനുസരിച്ചൊരു നടപടി കൂടി വേണ്ടേ? കാരണം കൃത്യമായ പോലീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ക്രമസമാധാന നില പോലും സമനില അല്ലെങ്കിൽ ഒരേപോലെ ആക്കാൻ കൃത്യമായ നല്ല രീതിയിൽ ക്രമസമാധാന നില കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ ഈ ഒരു യോഗത്തിൽ, അത് ഈ യോഗത്തിന്റെ ഭാഗമല്ല എങ്കിലും അതിനെ സംബന്ധിച്ചുള്ള ചില ചർച്ചകളും കൂടെ ഈ യോഗത്തിന് ശേഷമെങ്കിലും അവർ ചർച്ച ചെയ്യുമായിരിക്കും. കാരണം പോലീസിൽ ആത്മഹത്യ പെരുകുന്ന ഒരു സാഹചര്യമുണ്ട്. സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ആ ഒരു പോപ്പുലേഷൻ അനുസരിച്ച് അത്രയധികം പോലീസുകാർ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതിനെ തുടർന്നുള്ള ഒരു ചർച്ച കൂടി ഇന്നത്തെ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് കരുതാം. പ്രധാനമായും ഈ പോലീസുകാർക്ക് അല്ലെങ്കിൽ പോലീസുകാർക്കുള്ള ആശങ്കകൾ കൂടി കേൾക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ അടക്കം നൽകുമ്പോൾ, ഇതുമായിട്ടുള്ള റിപ്പോർട്ടുകൾ അടക്കം നൽകുമ്പോൾ ആ റിപ്പോർട്ടിന് ശേഷം ഒരു ചർച്ച നടത്തുന്നുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഈ കേസുകൾ തെളിയിക്കുന്നതിനുള്ള വീഴ്ച, ഈ കാര്യങ്ങളടക്കം തന്നെ ഈ ചർച്ചയിൽ അവതരിപ്പിക്കും. ആ ചർച്ചയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ, പ്രഷർ തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ ഈ യോഗത്തിൽ ഈ പോലീസുകാരടക്കം വിശദീകരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ സംസ്ഥാനത്താണെങ്കിൽ കൂടി ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരിൽ തന്നെ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഇത്തരത്തിലുള്ള സമ്മർദ്ദം മൂലം പല കേസുകളിലുമായി പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന സമ്മർദ്ദം, ഈ ഉന്നത ഉദ്യോഗസ്ഥരടക്കം തന്നെ പല കേസുകളിലുമായി ഇടപെടുമ്പോൾ അത് ഈ പോലീസുകാർക്ക് ഉണ്ടാകുന്ന ഒരു സമ്മർദ്ദം, കാരണം ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഈ കേസിൽ ഇടപെടുമ്പോൾ
നേരിടുക എന്ന് പറയുമ്പോൾ ഇത് പോലീസുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമായി മാറുകയാണ്. കൂടാതെ തന്നെ കേസ് തെളിയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ കേസ് തെളിയിക്കേണ്ടത് തന്നെയാണ്, പക്ഷേ എത്രയും പെട്ടെന്ന് തെളിയിക്കണം തുടങ്ങിയ കാര്യങ്ങളടക്കം തന്നെ പോലീസുകാർക്ക് മേൽ വെക്കുമ്പോൾ അത് പോലീസുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സമ്മർദ്ദത്തിന് കാരണമാകുന്നു. ഈ സമ്മർദ്ദം മൂലം പല ആത്മഹത്യകളും പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പല ആത്മഹത്യകളും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ ആശങ്കകൾ കൂടി ഈ ഒരു യോഗത്തിൽ കേൾക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അല്ലെങ്കിൽ ഈ കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവരുടെ പ്രശ്നങ്ങൾ അടക്കം തന്നെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ തെളിയിക്കപ്പെടാത്ത കേസുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചകൾ നടത്തുമ്പോൾ അതിൽ എത്രത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ കേസ് തെളിയിക്കാൻ സാധിക്കാത്തത് തുടങ്ങിയ കാര്യങ്ങളടക്കം സ്വാഭാവികമായും ഈ യോഗത്തിൽ ചർച്ചയാകും. ആ യോഗത്തിൽ സ്വാഭാവികമാകും അപ്പോൾ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ആശങ്കകൾ കൂടി കേൾക്കും, അല്ലെങ്കിൽ ആശങ്കകൾ കൂടി അറിയിക്കും. അപ്പോൾ ഈ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും തങ്ങൾ നേരിടുന്ന സമ്മർദ്ദങ്ങളാണെങ്കിലും, ഒരു കേസ് വന്നാൽ അതിനെ നേരിടുന്ന സമ്മർദ്ദം, കൂടാതെ തന്നെ മറ്റുള്ളവർ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ കേസുകളിൽ മറ്റുള്ള ഉന്നത ഉദ്യോഗസ്ഥർ മറ്റും ഇടപെടുമ്പോൾ അവർ നേരിടുന്ന, അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന സമ്മർദ്ദങ്ങളടക്കം തന്നെ DGPക്ക് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അതെല്ലാം തന്നെ യോഗത്തിൽ ചർച്ചയായേക്കും. ഈ ആത്മഹത്യയുടെ എണ്ണം കൂടുന്ന സാഹചര്യമാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും തന്നെ ഈ ഒരു യോഗത്തിൽ ചർച്ചയാകും എന്ന് വേണം എന്തായാലും മനസ്സിലാക്കാൻ. പ്രധാനമായും ഇന്ന് ഈ ക്രമസമാധാന നിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തന്നെയായിരിക്കും അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് ചേരുക. DGPയുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ DGPയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു യോഗം ചേരുന്നത്. അതിലെന്തായാലും പ്രധാനമായും ഈ കഴിഞ്ഞ ഒരു വർഷമായി സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അല്ലെങ്കിൽ കേസുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെ കുറിച്ചാണെങ്കിലും, തെളിയിക്കപ്പെടാത്ത കേസുകളെ കുറിച്ചാണെങ്കിലും മറ്റുമുള്ള ചർച്ചകൾ തന്നെയായിരിക്കും പ്രധാനമായും ഇന്ന് നടക്കുക. കാളിദാസ്.